അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് എല്ലാ ചാനലുകാരും ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്തില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ ഒരു വിഷമം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണിത് അറിയോ? കഴിഞ്ഞ വർഷം നമുക്ക് 2 വീഡിയോയ്ക്ക് 100 രൂപ കിട്ടി. 100 രൂപ കിട്ടി. അതായത് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2025 നമ്മൾ തിയേറ്ററിൽ കണ്ട മലയാള സിനിമകളിൽ ഒരു 10 സിനിമകൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 10 സിനിമകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. തിയേറ്ററിൽ കണ്ട മലയാള സിനിമകളിൽ ഒരു 10 പടം, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന 10 പടം, അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ ടോപ്പ് 10 പടം, ടോപ്പ് 5 ആ ലൈനിൽ അത് ഭയങ്കര പാടാണ്. കാരണം ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. എല്ലാത്തിലും നമുക്ക് എല്ലാത്തിനും ഒരേ മീറ്ററിൽ അളക്കാനും പറ്റില്ല. ലൈറ്റ് ഹാർട്ടഡ് പടങ്ങളിലും ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ട്, എന്നാൽ ഭയങ്കര ഹൈ കോൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മളിങ്ങനെ 1, 2, 3 റാങ്ക് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുടെ 10 പടങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 10 പടങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് ഓർഡറിൽ പറയണം? ചുമ്മാ ഒരു ഓർഡറിലും പറയാം. അതായത് എപ്പോഴും മറ്റേ ഇവർ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമല്ലോ, ഏതാ നിങ്ങൾ അതുകൊണ്ടൊരു നമ്പർ ഇടാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, ആ സാധനം അടിച്ചു കൊടുക്കും. സോ അപ്പം നമ്മൾ ആ 10 പടങ്ങൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത മലയാളത്തിൽ നമ്മൾ തിയേറ്ററിൽ കണ്ട 10 സിനിമകളെ നമ്മൾ പറയുകയാണ്. ഇത് റാങ്കിങ് അല്ല, നമ്മളൊരു ഓർഡറിൽ പറയുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ 1, 2, 3, 4 എന്നുള്ള റാങ്ക് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ഓർഡറിന് നമ്മൾ താഴെ നിന്ന് തുടങ്ങാം. അതായത് നമ്മുടെ ആ 10 എക്സ്പീരിയൻസ് അനുസരിച്ച് എക്സ്പീരിയൻസ് അനുസരിച്ച് 10 എണ്ണത്തിൽ നമ്മൾ ഏറ്റവും താഴേന്ന് നമ്മൾ മുകളിലേക്ക് തുടങ്ങുകയാണ് അല്ലേ? സോ നമ്മുടെ 10ാമത്തെ ചിത്രം ബൾട്ടിയാണ്. ബൾട്ടി ഷെയ്നികത്തിൻ്റെ ബൾട്ടിയാണ്. ശാന്തനു അഭിനയിച്ചിട്ട് നമ്മൾ അൽഫോൺസ് പുത്രൻ ഇവരൊക്കെ അഭിനയിച്ച ബൾട്ടിയാണ്. ബൾട്ടി തിയേറ്ററിൽ കണ്ടപ്പോൾ കുറച്ച് നമ്മുടെ പയ്യൻ്റെ മ്യൂസിക് ഉണ്ടായിരുന്നു. അതെ, സായി അഭയങ്കറിന്റെ മ്യൂസിക് ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നിയൊരു പടമായിരുന്നു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ പരിപാടി. പക്ഷെ ഒരു ടോക്ക് ഉണ്ടാക്കാൻ സാധിക്കാവുന്ന പടമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആണ് അതിന്റെ സിമിലർ ഒരു സെറ്റിംഗിലാണ് പിന്നീട് ബൈസൺ വരുന്നത്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ തോന്നുന്നു അല്ലേ? ഒരു വലിയ ഗ്യാപ്പിലായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഈ ഗ്യാപ്പിനാണ് ഇത് രണ്ടും ഈ പറയുന്ന രാഷ്ട്രീയവും ഇങ്ങനെ സ്പോർട്സിനെ അതിന് യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് എല്ലാം ഉണ്ട്. പക്ഷേ ബൈസനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എന്റർടൈനർ ലൈനിലാണ് ഇവർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പ്രോപ്പർ എന്റർടൈനർ പടം പോലെ. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ രസമായിട്ട് തോന്നിയൊരു സിനിമയായിരുന്നു. അതുപോലെ നമ്മളത് എൻജോയ് ചെയ്തു. തമിഴ് ഫ്ലേവർ ഉണ്ട്. അതെ, തമിഴ്. ആ പടം ബൈലിംഗിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ 9ാമത്തെ സിനിമ ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് ലാലേട്ടൻ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും യുണൈറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഹൃദയപൂർവ്വം. പലർക്കും സർപ്രൈസിങ് ആയിരിക്കും അതിനകത്ത്. അതൊക്കെ ചെറിയ പടമല്ലേ? ചെറിയ പടങ്ങൾക്ക് അതെ, ഈ എല്ലാ സിനിമയും നമ്മളിങ്ങനെ വലിയ പടമാവണം അല്ലെ നമുക്കിങ്ങനെ ബ്രഹ്മാണ്ഡ ഫീൽ തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് വളരെ ചെറിയ പടമാണ്. ഒരു മറ്റേ ഒരു ഏലിയൻ വന്ന് വീണ് അതുമായിട്ട് ഭയങ്കര സംഭവങ്ങളും ശരിക്കും ഈ സിനിമ ഞാൻ 2 വട്ടം ഹൃദയപൂർവ്വം തിയേറ്ററിൽ കണ്ടായിരുന്നു. എനിക്ക് പടത്തിന്റെ ലെങ്ത് ആയിരുന്നു അന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നു, കാര്യം എത്രയും സമയം പോകുന്നത്. പക്ഷേ എനിക്കിത് ഇവർ രണ്ടുപേരും ലാലേട്ടനും സംഗീതത്തിൻ്റെയും കോമ്പിനേഷൻ സീക്വൻസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാമത് തിയേറ്ററിൽ പോയപ്പോഴും എനിക്ക് ഭയങ്കര ബോറടിയൊന്നുമില്ല. ഈ അവസാനത്തെ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കുള്ള ചെറിയ മടുപ്പ് ഒഴിച്ചാൽ സിനിമ ഇങ്ങനെ നല്ല രീതിയിൽ കണ്ടിങ്ങനെ അത് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ജനിപ്പിക്കുക. ഇൻട്രസ്റ്റ് എനിക്ക് പടം റിലീസ് ആകുന്നതിന് മുമ്പ് വരെ ആ ഇൻട്രസ്റ്റ് ഇല്ല. എസ്പെഷ്യലി ട്രെയിലർ കാണുമ്പോഴൊന്നും നമുക്കില്ല. ലോകയുടെ ആ ഒരു ബഹളത്തിനിടയ്ക്ക് ഒരു ഇച്ചിരി അന്ന് ഇത് ഒറ്റയ്ക്ക് റിലീസ് ചെയ്തെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഓഡിയനേന്ന് തോന്നി. പിന്നെ ഫാമിലി ഓഡിയൻസ് ഈ ലിസ്റ്റിൽ പടം കയറി നല്ലപോലെ. അതെ, ലോകയോടൊപ്പം ഇറങ്ങിയത് പോലും തന്നെ ഇതിന് അത്യാവശ്യം നല്ല ഒരു അപ്പോൾ നമ്മുടെ 8ാമത്തെ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സർവ്വമായാണ്. അതായത് 9ാമത്തെ ചിത്രം അച്ഛൻ്റെ പകരമാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള പടം. അതെ, 8ാമത്തെ ചിത്രം മകന്റെ പടമാണ്. നമ്മൾ രണ്ടുപേരും ലിസ്റ്റിലുണ്ട്. അയ്യോ, വീട്ടിലെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ 8ാമത്തെ ചിത്രം സർവ്വമായാണ്. സർവ്വമായ തിയേറ്ററിൽ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു സിനിമയാണ്. അത് നിവിൻ പോളിയുടെ തിരിച്ചുവരവെന്ന് പറഞ്ഞ എക്സാക്ട് പരിപാടി അല്ലേ? ഇതാണ് ശരിക്കും തിരിച്ചുവരവ്. ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 100 കോടിയും കുറച്ചധികം എന്താ പറയാ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് ഈ പ്രൊമോഷൻ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് പോയി കുറച്ച് അണ്ടർവെൽമിങ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതങ്ങനെ ഒരുപാട് പുതുമകൾ ഓഫർ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇപ്പം നിവിൻ പോളി ഫാൻസിനും നിവിൻ പോളി ഒരു രസകരമായ പുള്ളി ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന നല്ല സിനിമയാണ്. പക്ഷെ ഇങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ഞാൻ ചിരിച്ചു മറിയാം. അതിനകത്തും ഈ പറഞ്ഞ പോലെ അജു നിവിൻ കോമ്പയും അതുപോലെ തന്നെ നിവിനും നമ്മുടെ റിയാഷുമായിട്ടുള്ള കോമ്പോ 2 കുറേ കോമ്പോ നല്ല രസമുള്ള കാര്യം. അതെ,
അതാണ് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഹൈലൈറ്റ് നല്ല പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ ഹൃദയപൂർവ്വത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് പറഞ്ഞില്ല, രണ്ടിലും മ്യൂസിക് ആയിരിക്കുന്ന ജസ്റ്റിൻ പ്രഭാകരൻ. രണ്ടിന്റെയും നല്ല പാട്ടുകളുണ്ട്, നല്ല ഫിറ്റിംഗ് പാട്ടുകളാണ്. അപ്പോൾ നമ്മുടെ 7ാമത്തെ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് അദ്ദേഹത്തിൻ്റെ കന്നി സംവിധാന സംരംഭമായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ചനെ വളരെ വ്യത്യസ്തമായി നമ്മൾ കണ്ടൊരു പടമാണ്. എസ്പെഷ്യലി ചാക്കോച്ചൻ്റെ ഇൻട്രോ സീൻ. ആ ഇൻട്രോ സീനിൽ നമ്മൾ ഇതുവരെ അങ്ങനെ കാണാത്തൊരു ചാക്കോച്ചനെ കാണാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു. ഭയങ്കര റഫ് ആൻഡ് ടഫ് കുറച്ചുകൂടി. അതെ, ആ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ചാക്കോച്ചന്റെ പുള്ളിയുടെ റോളാണ്. എനിക്കൊന്നും വില്ലൻ സൈഡിൽ ആ സെറ്റ് അത്ര വർക്ക് ആയിരുന്നില്ല ആക്ടിങ് വൈസ്. അതെ, അല്ല ഒരു അത് എനിക്കൊന്നത് ഒരു മെജോറിറ്റിക്ക് അത് വർക്കായിരുന്നു. കാര്യം ഒരുപാട് പേര് ഇപ്പോഴും അവരെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അതായത് ആ വില്ലൻ ക്യാരക്ടേഴ്സിനെയാണ് എല്ലാവരും. അല്ല, ഒരുപാട് മെയിൻ കുറച്ചൊരു പോഷ് വില്ലൻ ആകാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് അന്ന് തോന്നുന്നത്. അത് അന്ന് നമ്മൾ ഇതിന്റെ റിവ്യൂലത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ അതിനെപ്പറ്റി. അതെ അതെ, എല്ലാവരും അല്ല, എനിക്ക് ഒന്ന് ക്ലിക്ക് ആയത് അതിനകത്തൊരു ഫീമെയിൽ ഇതുണ്ടല്ലോ, പുള്ളിക്കാരി കുറച്ച് അതിന് ശേഷം കുറച്ച് ക്ലിക്കായിരുന്നു. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പരിപാടികളും കുറച്ച് നമുക്ക് കണ്ടപ്പോൾ കുറച്ച് രസമുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികൾ ഉണ്ടായിരുന്ന സിനിമയാണ്. എസ്പെഷ്യലി അതിലെ ഇൻട്രോയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള ഒരു സീക്വൻസ് ഉണ്ട്, ഈ ഒരാൾ തൂങ്ങി മരിക്കുന്ന സീക്വൻസ് ഒക്കെ. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ചില്ല്, അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഭയങ്കര രസമായിട്ടാണ് ആ സീക്വൻസ് ഒക്കെ. നല്ല സീക്വൻസുകളുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജിത്തു അഷ്റഫ് ആക്ച്വലി ഈ ഇവരുടെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഷാഹി കബീറാണ് എഴുതിയിരിക്കുന്നത് സിനിമ. അതെ, അദ്ദേഹത്തിന്റെ ഷാഹി കബീർ എഴുതിയ പടങ്ങളിലെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അത് പുള്ളി എഴുതിയ പുള്ളിയുടെ ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും, കുറച്ച് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉള്ള പടമാണ്. അതെ. സോ നമ്മുടെ 6ാമത്തെ സിനിമ തുടരുവാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് ഗ്രോസറിൽ ഒന്നായിരുന്നു തുടരും. തരുൺമൂർത്തിയുടെ സിനിമയാണ്. ലാലേട്ടനെ കുറേ നാളുകളായിട്ട് എങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അതേപോലെ കാണിച്ചു തന്ന ആ ഫ്ലേവറുകളെല്ലാം കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ 2 വ്യത്യസ്ത ഫ്ലേവർ ഈ വർഷം. അതെ അതെ, ഹൃദയപൂർവ്വം 2 അല്ല 3 എമ്പുരാൻ ഉൾപ്പെടെ ഉണ്ടല്ലോ. തുടരും. അതെ, തുടരും ആക്ച്വലി നമുക്ക് തിയേറ്ററിൽ അറിയാലോ, നല്ല ഗംഭീര തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. കാരണം എസ്പെഷ്യലി അതിലാ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ അവസാനത്തെ ആ ഒരു ഫൈറ്റ് സീക്വൻസിലാണ് തിയേറ്റർ ഇറപ്റ്റ് ആവുന്നത്. അതുവരെ തിയേറ്ററിൽ നമ്മൾ പഴയ ആ കുറച്ച് ഈ ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീണ്ടും നമുക്ക് കുറച്ച് രസകരമായിട്ട് കാണാൻ പറ്റിയത് ആ ഫാമിലി എലമെന്റുകളൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്തിരുന്ന ഒരു പടം കൂടാണ് തുടരും. മറ്റൊരു ഗംഭീര ആക്ടറെ കൂടെ നമുക്ക് കിട്ടി, വില്ലനായിട്ട് വന്നത്. അതാണ് പടത്തിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എലമെന്റ്. അത് സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എലമെന്റ് പുള്ളി വരുന്നതോടെ നമ്മൾ പിന്നെ പുള്ളിയുടെ കൂടെ സഞ്ചരിക്കുന്നത്. അതായത് ഈ ക്യാരക്ടർ ജോർജ് സാർ തിയേറ്ററിൽ സ്ക്രീനിൽ വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ അതിന്റെ പ്രസന്റേഷൻ, പുള്ളിയുടെ ആക്ടിങ്ങും പ്രസന്റേഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതെ, അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. കാരണം സിനിമ ഇറങ്ങുന്നവർ അങ്ങനെ ആൾ പടത്തിലുണ്ടെന്ന് അറിയത്തില്ല. ആ സിനിമ കാണുന്ന സമയത്താണ് ഈ പലപ്പോഴും ലാലേട്ടൻ ഈ ന്യൂജൻ കുറച്ച് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പൊ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ആ കോമ്പിനേഷൻ എങ്ങനെയാവുമെന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് വർക്കായ ഒരു കോമ്പിനേഷനാണ്. തരുൺമൂർത്തി ഇപ്പൊ അടുത്ത സിനിമ അവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താവോ നോക്കാം നമുക്ക്. അടുത്ത വർഷത്തെ ലിസ്റ്റിലും കയറട്ടെ. അതെ, ഏത് ലിസ്റ്റ്? അടുത്ത വർഷത്തെ ലിസ്റ്റിലും നമുക്ക് കയറണം. ഓക്കെ. സോ നമ്മുടെ 5ാമത്തെ സിനിമ റോന്താണ്. ഷാഹി കബീർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അതായത് ഷാഹി കബീർ എഴുതിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട് ലിസ്റ്റില്. അദ്ദേഹത്തിന്റെ റോന്ത് ശരിക്കും എനിക്ക് ട്രെയിലർ കണ്ടാൽ പോലും അത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സിനിമ കണ്ടു, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കയറി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇറങ്ങിയ പടമാണ് റോന്ത്. അതെ അതെ, സിനിമ തീരുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീൽ ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് പടങ്ങൾ ഈ ലിസ്റ്റിലുള്ളൂ. ആ പടം ഉദ്ദേശിച്ച ഫീൽ നമുക്ക് കിട്ടണം. അതെ, കിട്ടി. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ പടത്തെ പറ്റി ഇങ്ങനെ എന്താ ചിന്തിച്ചിരിക്കും കുറച്ചു നേരത്തേക്കെങ്കിലും ആ പടത്തെ പറ്റി. എസ്പെഷ്യലി ആ ക്ലൈമാക്സ് കഴിഞ്ഞതിന് ശേഷം ഇത് എനിക്ക് തോന്നി നമ്മൾ പ്രതീക്ഷ ഒരു ഓളം ഉണ്ടാക്കാൻ ഞാൻ പടം കണ്ടു വിചാരിച്ചു ഇത് ഭയങ്കര രസമായിട്ട് ഭയങ്കര ഹിറ്റാകുന്ന പടമായിരിക്കും. പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്ര ലെവലിൽ ഇതിനെപ്പറ്റി അധികം ആൾക്കാർ സംസാരിച്ചില്ല. ഇതിനും ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസിലായിരുന്നു ഈ സിനിമയും പോയത്. സോ നമ്മുടെ 4ാമത്തെ സിനിമ എക്കോ ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിട്ട് എല്ലാവരും പറഞ്ഞ സിനിമയാണ് എക്കോ. നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്തു. അതിൽ ഇദ്ദേഹത്തിന് പടം അത്ര വലിയ കാര്യമായിട്ട് വർക്കായില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും. പക്ഷെ ആ വീഡിയോ കോമഡി എന്ന് വെച്ചാൽ 3 പേര് ചേർന്ന് ഇതുപോലെ റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഒരു എലമെന്റ് പ്രത്യേകിച്ച് അത്ര വർക്കായില്ലെന്ന് പറഞ്ഞുള്ളൂ. അത് കാസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിനെയാണ് എല്ലാവരോടും എടുത്ത് കൊടുത്തത്. കുര്യച്ചന്റെയും ലാത്തിച്ചേർത്തിന്റെയും കാസ്റ്റിംഗ്, പ്രത്യേകിച്ച് കുര്യച്ചന്റെ കാസ്റ്റിംഗ് എനിക്ക് പേഴ്സണലി ഒരുപാട് വർക്കായില്ല എന്ന് ഞാൻ അത് പറഞ്ഞു. പക്ഷേ
അത് മാത്രമാണ് എല്ലാവരും ഉടക്കിയത്. പക്ഷേ അത് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുകയും ചെയ്തു ഈ ക്യാരക്ടറാണ് പടത്തിലെ. അതെ അതാ പ്രശ്നം. അതായത് മെജോറിറ്റിക്ക് അത് വർക്കായി, അത് വളരെ കുറച്ച് പേർക്ക് മൈനോറിറ്റിക്ക് കുറച്ച് പേർക്ക് വർക്കായില്ല. അത് വിട്ടേക്കല്ല അല്ല. പക്ഷെ ഇതിന്റെ ഇവിടെ ലിസ്റ്റ് കയറിയത് മജോറിറ്റി പടം. ഇവിടെ എന്തുകൊണ്ട് ഈ പടം ആരാധെത്തി അതിൽ മെജോറിറ്റി രണ്ടുപേരുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ലിസ്റ്റിൽ ഞാൻ 5 എണ്ണം വെട്ടികളെ. അല്ല, ഈ പറയുന്ന പോലെ എക്കോ ആണെങ്കിലും കോൺസെപ്ച്വലി ഭയങ്കര ഇപ്പൊ കൊറിയൻ സിനിമയൊക്കെ കാണുന്നതല്ല. അപ്പം ആ ലെവൽ കോൺസെപ്റ്റ് ആണ് പടത്തിന്. പക്ഷെ എനിക്ക് പേഴ്സണലി എല്ലാ എലമെന്റും വർക്ക് ആവത്തിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കാരണം കിഷ്കിന്റെ കാണ്ടം എനിക്ക് വല്ലാണ്ട് വർക്കായ ഒരു പടം. കൂടുതൽ എലമെന്റ്സ് ഒരു പടത്തിൽ കുറേ സംഭവങ്ങളുള്ളതിൽ ഒരുപാട് എലമെന്റ്സ് വർക്കായ ഒരു പടമാണ്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ കാസ്റ്റിംഗ് മാത്രം എത്ര സുഖമായിട്ട് തോന്നിയില്ല. ബട്ട് രസമാണ്, ഇൻട്രസ്റ്റിംഗ് പടം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തിയേറ്ററിൽ നമുക്ക് ഓരോ സോൾവ് ചെയ്ത് ഞാൻ കണ്ടോണ്ട് ഇത് എന്താണ്, ഇത് എങ്ങോട്ടാണ് പോകണമെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും അതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഹുക്ക് ചെയ്താനും കഴിഞ്ഞൊരു സിനിമയായിരുന്നു എക്കോ. അതിൽ പ്രകടനം വെച്ച് നോക്കുക സന്ദീപിന്റെ പ്രകടനം. സന്ദീപാണ് നമ്മുടെ പടത്തിന്റെ ഹൈലൈറ്റ്. സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ്. പിന്നെ പട്ടികളും നന്നായിട്ട്. അതെ. സോ നമ്മുടെ മൂന്നാമത്തെ സിനിമ DS ഇറയാണ്. രാഹുൽ സദാശിവൻ വീണ്ടും ഒരു ഹൊറർ പടമായിട്ട് വന്നിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അതെ പ്രമേഹം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പടമായിരുന്നു പ്രമേഹം. അപ്പോൾ മൂന്നാമതായി. അതെ അതൊരു ചെറിയ ഡൗൺഗ്രേഡ് ആണ്. അടുത്ത പടത്ത് അത് സൂക്ഷിക്കുക കേട്ടോ. അടുത്ത പടത്തിൽ ഇല്ല, ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ DS ഇറ തിയേറ്ററിൽ ഒരു ശരിക്കും ഹൊറർ പടം നമ്മൾ കാണാൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഇമ്പാക്റ്റ് തന്ന ഒരു സിനിമ കൂടിയായിരുന്നു DS ഇറ. ഇതിനും പലർക്കും പല അഭിപ്രായം കാണും. അതെ, പക്ഷേ ഓവറോൾ ഇതിപ്പം നമ്മൾ ഇതിപ്പം ജോൺഡർ പടമാണ്. ഇപ്പൊ ജോൺഡർ പടത്തിന് വേറൊരു ജോൺഡറിന്റെ ഇതില് കുറെ പേര് ഇപ്പം ചിലർക്ക് മറ്റേ ആ ഒരു ജോൺഡർ ഉള്ള പടങ്ങൾ, ആ ലൈൻ പടങ്ങളാണ് ഇതിന്ന് എക്സ്പെക്ട് ചെയ്തത്. ഇപ്പൊ ഐസ്ക്രീം തിന്നുന്ന പ്രേതം എന്നൊക്കെ പറയുമ്പോൾ ഒറ്റവാക്കിൽ ഒരു അങ്ങനെ എന്ന് ചോദിക്കും. പക്ഷെ അത് പ്രസന്റേഷനും ഇത് വേറെ ലൈൻ ഓഫ് പടമാണ്. അങ്ങോട്ടൊന്ന് മാറി പാളിപ്പോയ സാധനമൊക്കെ. അതെ, അത് ആ ലൈൻ പടങ്ങളുടെ മലയാളത്തിൽ വളരെ കുറച്ച് ആ ഒരു ടൈപ്പ് പടങ്ങൾ. അതിൽ നല്ലൊരു എക്സാമ്പിളാണ്. അതെ, അതായത് സിനിമ ഇതിന്റെ ഫീലാണ്. 2 വട്ടം ഞാൻ അതും തിയേറ്ററിൽ കണ്ടിരുന്നു. എനിക്ക് 2 വട്ടവും നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ച സിനിമയാണ് തിയേറ്ററിൽ. അതും കൂടെ ഈ പടം തിയേറ്ററിലാണ് കാണണം. അതെ, ഒരുപാട് പേര് ഇപ്പൊ OTT റിലീസിന് ശേഷം ഇതെന്താ ഇത് പേടിക്കുന്നു പറഞ്ഞിട്ട് എന്ത്. കാരണം ഇത് തിയേറ്ററിൽ ഈ സിനിമ ഞങ്ങൾ തലേ ദിവസം 9 മണിയുടെ ഷോ 9:30 ഷോ കാണാൻ കയറിയിട്ട് സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങിയില്ല. അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാര്യം അല്ല, കണ്ണടച്ചാൽ എനിക്ക് ഈ ബെഡ്ഷീറ്റിന്റെ ഓർമ്മ വരും. അതെ, ഈ OTT പടം കാണുന്നത് 15 പേര് ഈ 95 ജോബി ആൾക്കാരാണ്. ഞാൻ ഈ ട്രെയിനിൽ പോകുമ്പോൾ എല്ലാവരും മറ്റേ ഈ പടം കാണുന്ന കുത്തി ഓടിച്ചോടിച്ചാൽ അത് ഹൊറപ്പടമല്ല ഏത് പടം എടുത്താലും അവരെങ്ങനെ അവർക്ക് എങ്ങനെ പേടിക്കാൻ അവരെങ്ങനെ ഫീൽ ചെയ്യാൻ. ഇവരെന്തെങ്കിലും സംഭവം ഈ പോസ്റ്റ് ഒന്നും ചെയ്തില്ല. ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോഴേക്കും ചായ കൊണ്ടുവരും, ചായ വേണം, എനിക്ക് ചായ വേണം, ചായ എടുത്ത് ചായ കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഹൊറർ സീൻ കഴിഞ്ഞു. അല്ല, ഞാൻ കണ്ടിട്ടുള്ള മിക്കവരും മറ്റേ ഇങ്ങനെ ഞെക്കി സംസാരം ഒന്നും കേൾക്കണ്ട. അവർക്ക് ജംസ്കെയർ മതി, ഡയലോഗ് ഒന്നും കേൾക്കണ്ട. അവർക്ക് അത് ആക്ഷൻ പടം കാണുന്നവർ പോലും ആക്ഷൻ കാണുമ്പോൾ മാത്രം കുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ടീമുകളാണ്. അങ്ങനെയുള്ളവർ പിന്നെ വന്നിട്ട് ഈ പടം എനിക്ക് വർക്കായിട്ട് കാര്യമില്ല. അത്രയും പറയാനുള്ളൂ. ഇത് കുറെ നാട്ട് പടം വെച്ച കാര്യമാണ്. എനിക്ക് ട്രെയിനറിൽ ഇത് കാണുമ്പോൾ സഹിക്കരുത്. അദ്ദേഹം ഡെയിലി ട്രെയിനിൽ രാവിലെ വൈകുന്നേരം പോയി വരുന്നവരാ. അപ്പൊ ട്രെയിനിൽ നിന്ന് ആൾക്കാർ സിനിമ കാണുന്ന കാണുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. എടുത്തിട്ടിടിക്കും അല്ലേ? അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഓടിച്ചാ കാണുന്നത് കാണുന്നുണ്ട് വിഷയമൊന്നുമില്ല. അപ്പം ആ കാണുന്നത് കൊണ്ടാണ് ഈ പടം വർക്കാവാത്തതെന്നുള്ള. അതെ, അല്ല, അത് നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ കാണാനുള്ളത്. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾ അങ്ങനെ പടം കണ്ടിട്ട് അതിനെ വിലയിരുത്തുമ്പോഴുള്ള പ്രശ്നത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതായത് സിനിമ മൊത്തത്തിൽ നിങ്ങൾ അതിനകത്തൊരു സമയം ഇൻവെസ്റ്റ് ചെയ്ത്, സിനിമയ്ക്ക് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കാണേണ്ട സാധനമാണ്. അല്ലാതെ നമ്മളിങ്ങനെ പോണ വഴിക്ക് എന്ന ഒരു പടം കണ്ടേക്കാം, അങ്ങനെയല്ല. അത് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വഴിപാട് പോലെ അങ്ങനെ കാണാൻ പഴയ പടം നിങ്ങൾക്ക് കാണാൻ കേട്ടോ. അങ്ങനെ നിങ്ങൾ കണ്ടോ അങ്ങനെ. പക്ഷെ അങ്ങനെ കണ്ടതിന് ശേഷം അത് കണ്ടിട്ട് വന്ന് വിമർശിക്കുന്നതേ പറഞ്ഞുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല ഇതിനിടയ്ക്ക് അവർ ഉറപ്പായിട്ട് വരും. ആ വെള്ളം ഇട്ടാൽ ട്രെയിനെ കിട്ടിയാൽ നാളെ പല കണ്ണുകളും. അതെ, അല്ല, അത് ആക്ച്വലി നിങ്ങൾ പടം എങ്ങനെ ഇവിടെ കാണാം നമ്മൾ നിങ്ങളുടെ ചോയ്സില്ലേ. അപ്പോൾ അത് പക്ഷേ സിനിമ നമ്മൾ കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്വാദനം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾക്കും ആ സിനിമയുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പടം ഞാൻ ഒരുപാട് പേര് വിമർശിക്കുന്നത് OTT ഇറങ്ങിയതിന് ശേഷം ഇതിനകത്ത് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത് ഓക്കെ ഫീലിങ്സ്. അതെ, തിയേറ്ററിൽ കണ്ട് വയ്യാണ്ടായി പോയതാ. വയ്യാണ്ടായി പോയെന്ന് വെച്ചാൽ അങ്ങനെ ഈ സിനിമ വരെ ഇങ്ങനെ സകല നേരം വന്ന് ജംസ്കെയർ വന്ന് പേടിപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിലും പടം കഴിയുമ്പോൾ ഉദ്ദേശിച്ച ഫീലിംഗ് നമുക്ക് കിട്ടും. അതെ, പടം കഴിഞ്ഞിട്ട് എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഭയത്തേക്കാൾ കൂടുതൽ പടത്തിന് ശേഷമായിരുന്നു ആ പേടി.
നമ്മൾ രാത്രി കണ്ടതിന് പോയ ശേഷം ഉറങ്ങാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സിനിമ ഈ വർഷത്തെ മലയാള സിനിമയിലെ, ഈ വർഷത്തെ എന്നല്ല മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായിട്ടുള്ള ലോകയാണ്. അത് ആലോചിച്ച് നോക്കണം, ഓൾറെഡി ഒരു ഹിറ്റ് പറഞ്ഞ് തൊട്ടു പുറകെ ലോകം വന്നത് ബ്രേക്ക് ചെയ്ത് കയറി വരുന്നത്. അതെ, ഈ വർഷം ഭയങ്കര ഹിറ്റ്. അതെ, ഈ വർഷം ഹിറ്റുകളായ സിനിമകളെല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷനും കിട്ടിയിട്ടുണ്ട്. സോ ലോകയെ പറ്റി പറയുമ്പോൾ നമുക്ക് ലോകയെ പറ്റി നമ്മൾ ഇനി എന്താണ് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു മണിക്കൂർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഡൊമിനിക് അരുണിൻ്റെ പിന്നെ മലയാളത്തിൻ്റെ പുതിയ യൂണിവേഴ്സ് തന്നെ ലോകത്തിൽ തന്നെ പറയാനുള്ളത് അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതെ, അടുത്ത പാട്ടിന് സ്ട്രേഞ്ചർ തിങ്സ് പോലെ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സ്, അത് ഫസ്റ്റ് പടമാണ്, ഇപ്പം ആ യൂണിവേഴ്സ് ബിൽഡായി വന്നിട്ടില്ല, എന്നാലും വളരെയധികം സ്കോപ്പുള്ള ഒരു യൂണിവേഴ്സ്. അതെ, നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാമല്ലോ ഇനി ഒരുപാട് ഇതുണ്ട്, ഇവരെല്ലാം ഇങ്ങനെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ അടുത്തടുത്ത പടങ്ങളിലൂടെ കണ്ട് ഇതിന് ഈ പറയുന്ന പോലെ OTT റിലീസിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായ ഒരു അതിനും ഈ റീസണേ ഉള്ളൂ, വേറെ റീസൺ ഒന്നും ഇല്ല. അല്ല, OTT റിലീസിന് ശേഷം എല്ലാ സിനിമയ്ക്കും അത് വരും. അത് തിയേറ്ററിന് വേണ്ടി ഇറക്കിയ പടങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഇഷ്യൂ ആയിരിക്കും. OTTക്ക് ആദ്യ ഫീൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതെ, തിയേറ്ററിൽ വന്നിട്ട് പടം ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ട് തിയേറ്റർ ഇതിനകത്ത് ഇപ്പം അത്ര വലിയ സംഭവമൊന്നും ഇല്ലല്ലോ. അല്ലെ, എന്റെ ബ്രദറൊക്കെ ഈ പടം തിയേറ്ററിൽ കണ്ട് ഗംഭീര സിനിമയാണെന്ന അഭിപ്രായത്തിലുള്ള ആള് തന്നെ OTTയിൽ കണ്ടു തീർക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. കാരണം ആ എക്സ്പീരിയൻസ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തിയേറ്ററിൽ ഇരുന്ന് കണ്ട ആ ഒരു മ്യൂസിക് നമ്മൾ ആ ക്രൗഡിനോട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ നമുക്ക് ഒറ്റ കിട്ടത്തില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യം കണ്ടത് ഒരു മോഷൻ തിയേറ്ററില്ല. ഈ മ്യൂസിക് ഒന്നും ഹൈ ഒന്നും ഇല്ല, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഓടിക്കേണ്ടത്. എന്നിട്ട് രണ്ടാമത് കണ്ടപ്പോഴാണ് എനിക്ക് പടം പക്കായിട്ട് വർക്കായി. എന്നാൽ നല്ല തിയേറ്ററിൽ പിന്നെ ഞാൻ കാണും. ഞാൻ ഈ വർഷം 3 വട്ടം കണ്ട സിനിമയാണ് ലോക. കഴിഞ്ഞ വർഷം പ്രമേഹം 5 വട്ടം കണ്ടു. ഈ വർഷം ഞാൻ 2025 ഞാൻ അധികം പടങ്ങൾ അങ്ങനെ 3 വട്ടം കണ്ടിട്ടില്ല. ലോകം മാത്രമേ കണ്ടുള്ളൂ 3 വട്ടം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇനി നമ്മൾ ഒന്നാമത്തെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ സിനിമ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. ഒന്ന് വ്യസന സമേതം ബന്ധുമിത്രാദികളാണ്. ഭയങ്കര വളരെയധികം ഇൻട്രസ്റ്റിംഗ് ചെറിയ പടമാണ്, വളരെ ചെറിയ സിനിമയായിരുന്നു. നമ്മളത് കുറച്ചധികം നേരം ആസ്വദിച്ചു പടം. പക്ഷെ സിനിമയും ഈ പറഞ്ഞ പോലെ പറയത്തക്ക വിധത്തിൽ അത്രയും സംസാരമായി മാറിയില്ല. കാരണം ഈ ചെറിയ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്ന സിനിമകൾ, അത് ചെറിയ പടം എന്തോ ഒരു ഡിസ്കാർഡിങ് ഫീൽ ഉണ്ട് പലർക്കും. പക്ഷെ അതൊക്കെ OTTക്ക് ശേഷം കുറച്ച് പോസിറ്റീവ് വന്ന അതൊക്കെ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ വ്യൂ. വാഴ ആക്ച്വലി ഭയങ്കര ചെറിയ സബ്ജക്റ്റും ചെറിയ പടമായിട്ട് തോന്നുന്നത്, വലിയ ഒരുപാട് പരിപാടികളൊന്നുമില്ല. പക്ഷെ അപ്പം പിന്നീട് അത് കണ്ടു തീർത്തേണ്ടി പിന്നെ ആളുകൾ ഇതൊന്നും ഒരു പടമല്ല എന്നുള്ള ലൈൻ ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം ഇങ്ങനെ ലിസ്റ്റുകളിലൊന്നും ഇതൊന്നും വരത്തില്ല. അതെ, അപ്പം നമ്മൾ ഈ പടം ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്ത പല പടങ്ങളും പലരുടെ ലിസ്റ്റുകളിൽ ഇല്ലാത്ത പടങ്ങളാണ്. കാര്യം നമ്മൾ എനിക്ക് നമ്മുടെ ലിസ്റ്റ് കൂടുതലും കൊമേഴ്ഷ്യൽ പടം ലിസ്റ്റാണ്. ഇപ്പം നമ്മുടെ പടങ്ങൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ലിസ്റ്റ് തന്നെ നമുക്ക് തിയേറ്ററിൽ ഇൻട്രസ്റ്റിംഗ് ആയ പടങ്ങളൊന്നും പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് തോന്നിയ, നമുക്ക് ഫീൽ ചെയ്ത ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആളുകളെ ഇൻട്രസ്റ്റിംഗ് ഇതിപ്പോൾ ഇപ്പോൾ ഓഫീസർ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ കുഞ്ചാക്കോനെ കൊണ്ട് അങ്ങനെ സെറ്റിംഗ് പ്ലേസ് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. സോ നമ്മുടെ സ്പെഷ്യൽ മെൻഷനിൽ നമുക്ക് വ്യസന സമയത്തെ കൂടാതെ നമുക്കുള്ളൊരു പടം രേഖാചിത്രമാണ്. രേഖാചിത്രവും നല്ലൊരു സിനിമയായിരുന്നു. അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു അതിൻ്റെ. അപ്പോൾ ആ ഐഡിയ ചെയ്യാത്ത പരിപാടിയാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അതായിരുന്നു. അതായത് നമ്മൾ കണ്ട് ഒരു സിനിമയുടെ ഒരു ഓൾട്ടർനേറ്റീവ് പോലെ ഭയങ്കര. അപ്പോൾ ആ സിനിമയുടെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരുന്നു. അങ്ങനെ സിനിമയുടെ രേഖാചിത്രം. ബട്ട് ആ സിനിമ എനിക്ക് തിയേറ്ററിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ഫസ്റ്റ് വ്യൂയിങ്ങിൽ എനിക്ക് അത്രയും അങ്ങോട്ട്, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാരണം അത് നമ്മുടെ പ്രശ്നമാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയതോ അല്ലെങ്കിൽ ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പടം അവർ ട്രീറ്റ് ചെയ്ത രീതിയിലും ഈ ഇൻവെസ്റ്റിഗേഷൻ പടമാണ്, പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല. അപ്പോൾ അത് ഡ്രാമ പോലെയാണ്. അതെ, അപ്പോൾ ഞാനതൊരു പോയി കഴിയുമ്പോഴത്തേക്കും സിനിമ എന്നെ ഹുക്ക് ചെയ്യുന്നില്ല. എനിക്കത്ര ഹുക്കാവുന്നില്ല. പക്ഷേ ഈ കൊള്ളാം, ഈ ഐഡിയാസ് ഒക്കെ കൊള്ളാമെങ്കിലും ഇതെന്നെ ഹുക്ക് ചെയ്തിരുത്തുന്നില്ല. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ സ്പെഷ്യൽ മെൻഷനിലേക്ക് ഈ സിനിമയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മെൻഷനുള്ള അടുത്ത പടം കളങ്കാവലാണ്. അപ്പോൾ ആ പടം ഫുള്ളി വർക്കാകാത്തതിൻ്റെ പേരിലാണ് നമ്മളതിനെ നമ്മുടെ ലിസ്റ്റിൽ നമ്മളങ്ങനെ കൊണ്ടുവെക്കാതിരുന്നത്. നമ്മുടെ റിവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും. നമുക്ക് ആ സിനിമയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് വിനായകൻ നായകനും മമ്മൂക്ക വില്ലനുമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതാണ്. ആ പടം ഹൈലൈറ്റ് അതായിരുന്നു. അതെ, അതായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. അപ്പോൾ അതാണ് സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അപ്പോൾ എസ്പെഷ്യലി അതിൽ മമ്മൂക്കയുടെ ഏരിയയും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
പെർഫോമൻസും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓവറോൾ പടം നമുക്ക് അത്ര നന്നായിട്ട് വർക്കാവാത്തതുകൊണ്ടാണ് നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തായിരുന്നത്. സോ സ്പെഷ്യൽ മെൻഷനുള്ള അടുത്ത പടം ഓടും കുതിര ചാടും കുതിരയാണ്. കാര്യം ഇത് ആരുടെയോ ലിസ്റ്റിൽ ഇല്ലാത്ത പടമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ തിയേറ്ററിലെ ഏറ്റവും മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന പടമായിരുന്നു. വ്യത്യസ്തമായ ആൾക്കാർ ശ്രദ്ധിക്കുക. അതെ, അങ്ങനല്ല, ഈ സിനിമ ഞങ്ങളുടെ റിവ്യൂ കണ്ടാലും മനസ്സിലാവും നമുക്ക് അന്നത്തെ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും നമ്മളത് കുറച്ച് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ സബ്ജക്ട് മാറ്ററും അതെ ക്വേർക്സും ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ഫുള്ളി വർക്കായില്ല എന്നുള്ളതാണ്. ലാൻഡ് ആയിട്ടില്ല. അതെ, കുറേ നല്ല രസകരമായ മൊമെൻറ്റുകളുണ്ടായിരുന്നു, കുറേ അധികം എൻജോയ് ചെയ്യാൻ പറ്റി. ഫുള്ളി പടം ആസ്വദിക്കാൻ സാധിച്ചില്ല. സോ നമ്മുടെ ഒന്നാമത്തെ സിനിമ. ഈ സിനിമയുടെ പ്രത്യേകത, ഇത് തിയേറ്ററിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, അല്ലേ? ഇവരെല്ലാം രണ്ടുപേരും ഇദ്ദേഹം ആ പടം കണ്ടിട്ടേ ഇല്ല, അവനെ പടം കണ്ടുണ്ട്. 3 വിഭിന്ന അഭിപ്രായമായിരിക്കും. അതെ, പൊന്മാൻ. പൊന്മാനാണ്. ഞാനിപ്പോൾ തിയേറ്ററിൽ ആളില്ല, അതുകൊണ്ട് ഷോ അടിക്കത്തില്ല നടന്നു. അതെ, ഞാൻ പൊന്മാൻ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ടാണ്. ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സിനിമ കഴിഞ്ഞപ്പം അടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാൾ വന്നിട്ട് പടം പോരല്ലേ, അത്ര കോമഡി ഇല്ല, ബേസിലിൻ്റെ അത്രയും കോമഡി ഇല്ല പടത്തിൽ. അപ്പം ഞാനിങ്ങനെ എന്താ പറയണ്ടേ, ഞാനിങ്ങനെ പറഞ്ഞ തലയാട്ടിയിട്ട് ഞാൻ നടന്നുപോയി. അല്ലാതെ ഒന്നും പറയില്ല. കാരണം എനിക്ക് സിനിമ കണ്ട് ഞാനിങ്ങനെ ഭയങ്കര അടിപൊളി സിനിമ, ബേസിലിൻ്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളിയുടെ. അത്ര നല്ല പെർഫോമൻസും അത്ര നല്ല പടവും ചെയ്ത് അതും കണ്ട് തീർത്തിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് പടം പോരാ, പടത്തിന് അത്ര കോമഡി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയാൻ എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓക്കെ, അദ്ദേഹം പ്രതീക്ഷിച്ച് വന്നത് ബേസിലിനെ കണ്ടപ്പോൾ ഒരു സ്ഥിരം കോമഡി പടം എന്നുള്ള ലൈനിൽ വന്നത്. ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും ബേസിലിന്റെ പ്രകടനം തന്നെയായിരുന്നു. അതെ, ഈ പടത്തിന് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കംപ്ലീറ്റ്ലി, കാരണം ഒരു കുറച്ച് സീരിയസ് ആ പുള്ളി, മറ്റു പടങ്ങൾ പോലെ ഫണ്ണല്ലോ. അതെ, അതായത് ഈ സിനിമയിൽ ആ ക്യാരക്ടർ അജേഷ് പിപ്പി അല്ലേ, അത് ഭയങ്കര അടിപൊളിയാണ്. അതെ, ഇതൊരു ട്രൂ ഇൻസിഡന്റ് ആണ്. അതിനുശേഷം ഒരു ബുക്കുണ്ട്, എഴുതിയിരിക്കുന്ന ബുക്കുണ്ട്. ആ ബുക്ക് അതിന്റെ സിനിമ അഡാപ്റ്റേഷനാണ്. സോ ഒരുപാട് പ്രൈസ് കേട്ടു. ജ്യോതിഷ് ശങ്കർ, അദ്ദേഹം നമ്മുടെ ആർട്ട് ഡയറക്ടറാണ്. പുള്ളിയാണ് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ജ്യോതിഷ് ശങ്കർ ആരാന്ന് അറിയോ? നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ ഒക്കെ ആർട്ട് ചെയ്തിരിക്കുന്ന, പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളാണ് ജ്യോതിഷ് ശങ്കർ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സംവിധാനമാണ്. നല്ല പടങ്ങൾ എടുത്ത ആളുകളുടെ ചുറ്റുവട്ടം. അതെ, അല്ല, അതിന് കാരണങ്ങളുണ്ട്. ആക്ച്വലി ഇവർ പറയുന്നത് ഈ ജി.ആർ. എന്തോമൻ, ഈ ജ്യോതിഷ് ശങ്കർ, ഇവരൊക്കെ എല്ലാവർക്കും ഈ ഒറിജിനൽ സ്റ്റോറി ഇല്ലേ, ആ സ്റ്റോറിയായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇവർ ഈ പടം ചെയ്യാൻ വന്നതെന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് പൊന്മാനാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പടം. നമ്മുടെ നല്ല പൊന്മാൻ എല്ലാവരും തന്നെ എല്ലാവരുടെ ലിസ്റ്റിൽ, അതായത് മെജോറിറ്റി പേരുടെ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് വന്നിരിക്കുന്ന പടം പൊന്മാനാണ്. അത് ഞാൻ കണ്ടിട്ടില്ല. അതെ, ആ സിനിമ ഇദ്ദേഹം കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ പറയാനുണ്ടെ കമന്റ് പറഞ്ഞോ, പുള്ളിയുടെ പേര് പറഞ്ഞ് അടിച്ചുപിടി. വിശാൽ മോഹൻദാസ് ഈ നല്ല പടമൊന്നും കാണാതെ പുള്ളി വന്നിട്ട് ബാക്കി പടം കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലേ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സിനിമയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ സിനിമകൾ ഏതാണെന്നോ അതിനെപ്പറ്റി നിങ്ങൾ കമന്റിൽ പറയും.